പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് നമ്മൾ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമായ കാട്ടിലെ കളികളാണ് പഠിക്കാൻ പോകുന്നത്. കാട്ടിലെ കളികൾ. കന്നു മേച്ചിങ്ങനെ നിന്നു വിളങ്ങീന നന്ദതാനുജൻ താനന്നൊരു നാൾ. കാനനം തന്നിലെ പോയിട്ടു വേണമേ ഭോജനമിന്നെനിക്കെന്നു നന്ദി. കാലത്തുണർന്നുടൻ ബാലകന്മാരെയും മേളത്തിൽ നിന്നു വിളിച്ചുണർത്തി. കാനനം തന്നിൽ ചെന്നാനന്ദമായി നിന്നു വേണമെന്നൂണെല്ലാമെന്നു ചൊല്ലി. താനങ്ങു തന്നൂടെ കന്നുകൾ പിന്നാലെ കാനനം നോക്കി നടന്നാൻ പിന്നെ. എന്നതു കേട്ടൊരു ചങ്ങാതിമാരെല്ലാം മങ്ങനെ വീണുന്നതെന്നു ചൊല്ലി. ബാലകന്മാർക്കുള്ള ലീലകളെ കൊണ്ടു ചാലെ കളിച്ചു നടന്നാർ പിന്നെ. കേകികൾ കൂകുമ്പോൾ കൂകിത്തുടങ്ങിനാർ കോകിലം പാടുമ്പോൾ പാടുകയും. പക്ഷികൾ പാറുമ്പോൾ ഛായ പേടിപ്പാനായി ആകമേ എല്ലാരും ഓടിയോടി. അന്നങ്ങൾ പോലെ നടന്നതിൻ പിന്നാലെ അന്നലെ പോലെ കരഞ്ഞു പിന്നെ. തന്നിഴൽ തന്നോടും മാറ്റോലി തന്നോടും നിന്നു കളിക്കുകയും പേശുകയും. വാനരം പാഞ്ഞു മരങ്ങളിലേറുമ്പോൾ വാലെ പിടിച്ചു വലിച്ചും പിന്നെ. പുണ്യങ്ങൾ ചെയ്തുള്ള പൈതങ്ങളിങ്ങനെ കണ്ണനുമായി കളിക്കും നേരം. കംസന്റെ ചൊല്ലാലെ വന്നൊരു ദാനവൻ ഹംസങ്ങൾ ചാരത്തു കാകൻ പോലെ. ഇനി നമുക്ക് കവിതയുടെ ആശയം നോക്കാം. ഇതിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത പദങ്ങൾ ഏതെങ്കിലും ഉണ്ടോ? കന്ന് എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് കന്നുകാലികളെയാണ്. നന്ദതനൂജൻ, നന്ദൻ്റെ പുത്രൻ ശ്രീകൃഷ്ണൻ, നന്ദഗോപരുടെ പുത്രനായ ശ്രീകൃഷ്ണനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നാൾ ദിവസം, കാനനം കാട്, ഭോജനം ഭക്ഷണം, നന്ദി വിചാരിച്ചു അല്ലെങ്കിൽ കരുതി, ലീല കളി, ചാലെ നന്നായി. കന്നുകാലികളെയൊക്കെ മേച്ച് സന്തോഷത്തോടെ കഴിഞ്ഞ നന്ദതനൂജൻ ഒരു ദിവസം തൻ്റെ ഭക്ഷണം ഇന്ന് കാട്ടിൽ പോയിട്ട് വേണം എന്ന് വിചാരിച്ച് രാവിലെ തന്നെ കൂട്ടുകാരെയെല്ലാം വിളിച്ചുണർത്തി. ഇന്ന് നമുക്ക് ഊണെല്ലാം കാട്ടിൽ ചെന്നിട്ട് വേണം എന്ന് പറഞ്ഞുകൊണ്ട് കാട് ലക്ഷ്യമാക്കി നടന്നു. അത് കേട്ട ചങ്ങാതിമാരെല്ലാം അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് ചേർന്ന് കളികൾ കളിച്ചുകൊണ്ട് കാനനത്തിലേക്ക് നടന്നു. കേകി മയിൽ, കോകിലം കുയിൽ, ഛായ നിഴൽ, ആക്കം ശക്തി. അവർ മയിലുകൾ കൂകുമ്പോൾ കൂവുകയും കുയിലുകൾ പാടുമ്പോൾ കൂടെ പാടുകയും പക്ഷികൾ പറക്കുമ്പോൾ അവയുടെ നിഴലിനെ പിടിക്കാനായി ശക്തിയോടുകൂടി ഓടുകയും ചെയ്തു. അന്നങ്ങൾ അരയന്നങ്ങൾ, അന്നൽ അരയന്നം, മാറ്റൊലി പ്രതിധ്വനി, വാനരം കുരങ്ങ്, പൈതങ്ങൾ കുട്ടികൾ, പേശുക പറയുക, ഹംസം അരയന്നം, ദാനവൻ അസുരൻ, കാകൻ കാക്ക. കുട്ടികൾ അരയന്നങ്ങളെപ്പോലെ നടക്കുകയും അവയെപ്പോലെ കരയുകയും ചെയ്തു. അവർ തങ്ങളുടെ തന്നെ നിഴലിനോട് കളിക്കുകയും ശബ്ദമുണ്ടാക്കുകയും അതിൻ്റെ മാറ്റൊലിയോടൊപ്പം വീണ്ടും സംസാരിക്കുകയും ചെയ്തു. കുരങ്ങന്മാർ മരങ്ങളിലേക്ക് പാഞ്ഞു കയറുമ്പോൾ അവയുടെ വാലിൽ പിടിച്ചു വലിച്ചു. പുണ്യം ചെയ്ത കുഞ്ഞുങ്ങൾ ഇങ്ങനെ കണ്ണനുമായി കളിക്കുന്ന സമയത്ത് കംസൻ പറഞ്ഞുവിട്ട ഒരു അസുരൻ
എങ്ങനെയാണോ ഹംസങ്ങളുടെ അടുത്ത കാകൻ എന്നതുപോലെ കാണപ്പെട്ടു. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ വരികളാണിത്. ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങൾ നോക്കാം. ഒന്നിച്ചു ചൊല്ലാം, കേൾക്കാം, രസിക്കാം. കാട്ടിലെ കളികൾ എന്ന കവിത ചെറു ഗ്രൂപ്പുകളായി തിരിഞ്ഞു ചൊല്ലി നോക്കൂ. സമാനമായ ഒരു കവിതാഭാഗം താഴെ കൊടുത്തിട്ടുണ്ട്. രണ്ടും ഒരേ ഈണത്തിൽ ചൊല്ലാൻ കഴിയുന്നുണ്ടോ? മുറ്റത്തൂലാത്തുമ്പോളൻ മുന്നിലായൊരു പക്ഷി തൻ തൂവൽ പറന്നു വീണു. കാറ്റിന്നാലകളിലാലോലമാടിയ കാണാക്കേളി തൻ കീളുന്നു തൂവൽ. താണു താണങ്ങനെ പാറി വീണു മെല്ലെ ഞാനതെടുത്തു താലോടി നിന്നു. പൂവു പോൽ പൂവീളം പട്ടുപോലുള്ളോര തൂവലിൽ തന്നെ ഞാൻ നോക്കി നിന്നു. ഏതോ കിളി തൻ ചിറകൊളിയിൽ നിന്നു മേതൂമീ തുള്ളി ഇങ്ങിറ്റു വീണു. ഇതേ ഈണത്തിലുള്ള കവിതാഭാഗങ്ങൾ ക്ലാസ് ലൈബ്രറിയിൽ നിന്നും കണ്ടെത്തി നോട്ട്ബുക്കിൽ എഴുതൂ. 1-2 ഉദാഹരണങ്ങൾ കൂടി നൽകാം. പൊയ്ക്കൊള്ളുക പെൺകുഞ്ഞേ, ദുഃഖം വേടിഞ്ഞു നീ ഉൾക്കൊണ്ട വിശ്വാസം കാത്തു നിന്നെ. അപ്പപ്പോൾ പാതകം ചെയ്തതിനൊക്കെയും ഇപ്പശ്ചാത്താപമേ പ്രായശ്ചിത്തം. ആവൂ വിശപ്പില്ലേ കാച്ചിയ പാലിത തോവെള്ളിക്കിണ്ണത്തിൽ തേൻ കുഴമ്പും. നല്ല പഴങ്ങളും ആവോളം ഭക്ഷിച്ചു വല്ലതും മുൻമട്ടിൽ സംസാരിപ്പിൻ. പുഞ്ചനെൽപ്പാടങ്ങൾ പുഞ്ചിരി കൊള്ളുകവേ കുഞ്ചിയും പൂഞ്ചിറകിട്ടടിച്ചും. ചെഞ്ചമ്മേ ചാഞ്ചാടി വാണു മാലനാട്ടിൽ പഞ്ചവർണ്ണ കിളിയെന്നു മുന്നം. ഒരു കൂടം തണ്ണീരുമൊക്കത്ത് വച്ചോര കരിമൂക്കിൽ പെൺകോടി എങ്ങു പോയി. വയലിൻ്റെ തൊണ്ട വരണ്ടു കിടക്കുമ്പോൾ ഉയരറ്റു തോപ്പുകൾ നിന്നിടുമ്പോൾ. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. പദങ്ങൾ അന്വേഷിച്ച്. കാട്ടിലെ കളികൾ എന്ന കവിതയിൽ നിങ്ങൾക്കറിയാത്ത പദങ്ങൾ ഏതെല്ലാമാണ്? അവയിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കാത്ത പദങ്ങളും ഉണ്ടാവും. അത്തരം പദങ്ങൾ കണ്ടെത്തൂ. നിഘണ്ടു ഉപയോഗിച്ച് അവയുടെ അർത്ഥം കണ്ടെത്തി എഴുതുമല്ലോ. കന്നുകൾ, കന്നുകാലികൾ. നന്ദതനൂജൻ, നന്ദൻ്റെ മകൻ. കാനനം, കാട്. ഭോജനം, ഭക്ഷണം. നന്ദി, വിചാരിച്ചു. ആനന്ദം, സന്തോഷം. ചൊല്ലി, പറഞ്ഞു. ചങ്ങാതി, കൂട്ടുകാരൻ. ലീല, കളി. ചാലെ, നന്നായി. കേകി, മയിൽ. കോകിലം, കുയിൽ. ഛായ, നിഴൽ. ആക്കം, ശക്തി. അന്നങ്ങൾ, അരയന്നങ്ങൾ. അന്നൽ, അരയന്നം. മാറ്റൊലി, പ്രതിധ്വനി, മുഴക്കം. പേശുക, സംസാരിക്കുക. വാനരം, കുരങ്ങ്. പൈതങ്ങൾ, കുട്ടികൾ. ഹംസം, അരയന്നം. ദാനവൻ, അസുരൻ. ചാരെ, അരികെ. കാകൻ, കാക്ക. അടുത്ത പ്രവർത്തനം താരതമ്യം ചെയ്യാം എന്നതാണ്. കാട്ടിൽ പോയ കണ്ണനും കൂട്ടുകാരും അവിടെ ഏതെല്ലാം കളികളിലാണ് ഏർപ്പെട്ടത്? നിങ്ങൾ കളിക്കുന്ന കളികളുമായുള്ള സാമ്യ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യൂ. താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. കണ്ണനും കൂട്ടുകാരും പ്രകൃതിയിലെ ഓരോന്നിനോടുമാണ് കളിക്കുന്നത്. പക്ഷികളോടും മൃഗങ്ങളോടും പോരാത്തതിന് തങ്ങളുടെ നിഴലിനോടും അവർ കളിക്കുന്നു. എന്നാൽ ഞങ്ങൾ വീട്ടിനുള്ളിൽ തന്നെയാണ് കളിക്കുന്നത്. മൊബൈൽ, കമ്പ്യൂട്ടർ എന്നിവയിലാണ് മിക്കപ്പോഴും കളിക്കുക. മുറ്റത്തിറങ്ങിയുള്ള സാറ്റ് കളിയൊക്കെ വല്ലപ്പോഴും കളിക്കാറുണ്ട്. അടുത്ത പ്രവർത്തനം കളിയഴക്, വരിയഴക് എന്നതാണ്. കേകികൾ കൂകുമ്പോൾ കൂകിത്തുടങ്ങിനാർ,
കോകിലം പാടുമ്പോൾ പാടുകയും. മുകളിൽ കൊടുത്ത വരികൾ വീണ്ടും വായിക്കൂ. എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്? ഇതുപോലെയുള്ള കൂടുതൽ സന്ദർഭങ്ങൾ കവിതയിൽ നിന്ന് കണ്ടെത്തുക. ഇവ നമുക്ക് ക്ലാസ്സിൽ എങ്ങനെയെല്ലാം അവതരിപ്പിക്കാം? ചിത്രം വരയ്ക്കാം, അഭിനയിക്കാം, നൃത്തരൂപത്തിൽ, ഇനി എന്തെല്ലാം? ടീച്ചറുടെ സഹായത്തോടെ നിങ്ങളുടെ അവതരണങ്ങൾ വീഡിയോ ചെയ്ത് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാം. അടുത്ത പ്രവർത്തനം എൻ്റെ കളിമോഹങ്ങൾ എന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ചിട്ടും കളിക്കാൻ കഴിയാത്ത കളികളുണ്ടോ? ഏതെല്ലാമാണവ? എന്തുകൊണ്ടാവും അതിന് കഴിയാത്തത്? നിങ്ങളുടെ കണ്ടെത്തലുകൾ ഓരോരുത്തരായി ക്ലാസ്സിൽ പറഞ്ഞവതരിപ്പിക്കുക. എൻ്റെ കളിമോഹങ്ങൾ എന്നൊരു കുറിപ്പായി എഴുതുകയും വേണം. ഓരോ കളിക്കും അതിനാവശ്യമായ സ്ഥലവും സൗകര്യങ്ങളും വേണം. പരിശീലനം നൽകാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാവണം. ആവശ്യമായ സാധനങ്ങൾ വേണം. പണച്ചെലവുമുണ്ട്. കളിക്കാൻ കൂടുതൽ ആളുകൾ വേണ്ട കളികളും ഉണ്ട്. കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടുത്തി എൻ്റെ കളിമോഹങ്ങൾ തയ്യാറാക്കുക.